മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോയും കണ്ണനും എല്ലാവരും കൂടിയിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ഈ സന്തോഷിക്കുന്നവർക്ക് ഒരു നല്ല തിരിച്ചടി കൊടുക്കണം. അത് അടിച്ചിട്ടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ഒന്നുമല്ല, അവർ ശരിക്കും പേടിക്കണം. അതാണ് വേണ്ടത്. അവരുടെ സന്തോഷം അത് ആ നിമിഷം തന്നെ പോകണം. എത്ര സന്തോഷിച്ചോ അതിന് തക്കതായ ശിക്ഷ ലഭിക്കണമെന്ന്. അതേസമയം ആ ഗുണ്ടകൾ തന്നെ മേഘനാഥനെ കാണുകയാണ് കേട്ടോ. ഗുണ്ടകൾ മേഘനാഥനെ കാണുമ്പോൾ മേഘനാഥനോട് പറയുന്നുണ്ട്, സാറേ, നമ്മൾ ചിതകൂട്ടി ആ കത്തിച്ചില്ലേ, ആ സ്ത്രീനെ ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങൾ രാത്രി വരുമ്പോൾ അവർ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾക്കെന്താ വട്ടായോ? അവളുടെ ചിത കത്തി ചാരം ആവുന്നത് ഞാൻ കണ്ടതാണ്. പിന്നെ നിങ്ങൾ എവിടുന്നാണ് കാണുന്നത് എന്നിങ്ങനെ ചോദിക്കണം. സാറേ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. രാത്രി മേഘനാഥൻ എങ്ങോട്ടോ പോയിട്ട് വരുന്ന സമയത്താണ് ഇവർ പറഞ്ഞത്. അവസാനം അവർ പോവുകയാണ്. അതിനുശേഷം മേഘനാഥൻ ആകെ ഒരു ഭയമൊക്കെ ഉണ്ട് കേട്ടോ. അത് എന്താ ഇവർ പറഞ്ഞത്, എന്താണാവോ എന്നിങ്ങനെ പറയണം. അതേസമയം മേഘനാഥൻ വരുന്ന സമയത്ത് തന്നെ മേഘനാഥൻ്റെ കാറ് കേടുവരികയാണ് കേട്ടോ. കാറ് കേട് വന്നിട്ട് ബോണറ്റൊക്കെ തുറന്നിട്ട് മേഘനാഥൻ ഇങ്ങനെ നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് തൊട്ട് പിറകെ തന്നെ നിന്നിട്ട് എന്താ കാറ് കേടായോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നമ്മുടെ മഹി പ്രേതമായിട്ട് ചോദിക്കുകയാണ്. മേഘനാഥൻ അത് കണ്ടതേ ഓർമ്മയുള്ളൂ. മേഘനാഥൻ അങ്ങനെ നിലവിളിച്ചിട്ട് ഓടുകയാണ് കേട്ടോ. അങ്ങനെ ഓടിയിട്ട് മേഘനാഥനെ ഒരു അന്തമില്ലാതെ ഓടുകയാണ്, പേടിച്ചിട്ട് കേട്ടോ. മഹിയാണെങ്കിൽ നല്ലൊരു ചിരിയും ചിരിക്കുന്നുണ്ട്. അങ്ങനെ വീടിൻ്റെ ഉന്മേഷത്ത് വന്നിട്ട് വീഴുകയാണ് മേഘനാഥൻ. അത് വാമദേവനും മോഹിനിയും കിടന്നുറങ്ങുമ്പോൾ എന്താ പുറത്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, എന്താ എന്ന് നോക്കിയിട്ട് ടോർച്ച് അടിച്ച് നോക്കുകയാണ് കേട്ടോ. അവർ ടോർച്ച് അടിച്ചിട്ട് നോക്കാൻ വരുമ്പോൾ മഹാലക്ഷ്മി ആയിരിക്കും കേട്ടോ. മേഘനാഥൻ വീണ് കിടക്കുന്നുണ്ടാവും കേട്ടോ. മേഘനാഥൻ വീണ് കിടക്കുന്നത് കണ്ടിട്ട് അവരിങ്ങനെ ടോർച്ച് അടിച്ചിട്ട് നാനാഭാഗത്ത് ഇങ്ങനെ നോക്കുമ്പോൾ മഹാലക്ഷ്മി ഉണ്ടാവും. അവിടെ ഗേറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ മഹാലക്ഷ്മി നിൽക്കുന്നുണ്ടാവും. അത് കണ്ടതും വാമദേവനും മോഹിനിയും ആകെ അബോധാവസ്ഥയിലാവുകയാണ് കേട്ടോ. പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പേടിച്ചിട്ട് അവർ ഓടുകയാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് പ്രതാപൻ്റെ അവിടെ മുത്തശ്ശിയുടെ കൂടെ പോയിട്ട് നമ്മുടെ മഹാലക്ഷ്മി കിടക്കുകയാണ് കേട്ടോ. മോഹിനി എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. മോഹിനി പറഞ്ഞിട്ടുണ്ടല്ലോ, അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഞാൻ സഹായം ചെയ്തു തരാം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അതേസമയം മുത്തശ്ശിയുടെ കൂടെ പോയിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. മഹാലക്ഷ്മി കിടന്നിട്ട് മുത്തശ്ശിയെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. ഉറങ്ങിയോ മുത്തശ്ശി പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി ആകെ എണിച്ചതും മഹാലക്ഷ്മിയെ കണ്ടതും മുത്തശ്ശിക്ക് അങ്ങനെ ബോധം പോവുകയാണ്. മുത്തശ്ശി എന്ത് ചെയ്യണമെന്ന് അറിയാതെ മുത്തശ്ശി ആകെ അബോധാവസ്ഥയിലാവുകയാണ് കേട്ടോ. അതിനുശേഷം പ്രതാപനെ വിളിക്കുകയാണ്. പ്രതാപ, ഓടിവാടാ ഓടിവാടാ, അവൾ മരിച്ചിട്ടില്ല, ഓടിവാ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പ്രതാപം വന്ന് നോക്കുമ്പോൾ പക്ഷെ ആരെയും കാണില്ല കേട്ടോ. മോഹിനി മാത്രം വരില്ല കേട്ടോ. എന്താടി നീ വരാത്തെ പറഞ്ഞിട്ട് വീടിന് ചുറ്റും അവർ നടന്നു നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം മുത്തശ്ശി പറയുകയാണ്, എടാ പ്രതാപ, അവളുടെ ആത്മാവ് ഈ വീടിന് ചുറ്റുമുണ്ട്, നീ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യണം, നീ എന്തായാലും ശരി മന്ത്രവാദിയെ വിളിക്ക്, ഇവിടെ കിടന്നുറങ്ങാൻ പറ്റില്ല. അത് കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നാളെ രാവിലെ തന്നെ മന്ത്രവാദം ചെയ്യണം. എൻ്റെ പ്രതാപ, എനിക്ക് വയ്യ, എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ പ്രതാപനെ വിളിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ മഹാലക്ഷ്മി പ്രേതമായി ഇറങ്ങിയിട്ടുണ്ട്.